എനിക്ക് എൻ്റെ കൂടെയുള്ളവരെ പുകഴ്ത്താൻ അല്ലെങ്കിൽ അവരെ വളർത്താനുള്ള മനസ്സുണ്ട് എന്നുള്ളതാണ്. അവരുടെ നന്മ കാണാൻ എനിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് നന്മയില്ലാതെ പോകുന്നത്. അല്ലാതെ അവർക്ക് നന്മയില്ലാത്തത് കൊണ്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഏറ്റവും വലിയ കാര്യം, അവർ എല്ലാവർക്കും ഈ ലോകത്ത് നന്മയുണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും നന്മകളുള്ള മനുഷ്യരാ. എനിക്ക് അത് കാണാനുള്ള വലിയ മനസ്സില്ല എന്നുള്ളതാണ് അവരുടെ മറ്റുള്ളവരുടെ നന്മ കാണാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ടാണ് നന്മ പറയാൻ പറ്റാതെ പോകുന്നത്. എവിടെയെങ്കിലുമൊക്കെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ, ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നന്മ പറയുമ്പോൾ ഒന്നും പറയാനില്ല. എല്ലാവരും നാണിച്ച് നിൽക്കുന്നതാണ്. ഒന്നും പറയാനില്ല അവർക്ക്. എന്താ പറയാനില്ലാത്തതിന് കാരണം എന്നറിയോ? നോക്കിയിട്ടില്ല. എൻ്റെ വലിയ മനസ്സില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് എനിക്ക് പറയാൻ മനസ്സില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലുതായി പോകുമോ? ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വെച്ചാൽ, നമ്മൾ അങ്ങനെ ആ വ്യക്തിയെ കണ്ടിട്ടില്ല. ആ വ്യക്തി അങ്ങനെ കണ്ടിട്ടില്ല. കിട്ടിയ കഴിവുകളോ അതൊന്നും നമ്മൾക്ക് ഓർത്തു വെക്കാനുള്ള മനസ്സില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്നാപയോഹന്നാൻ ഇന്ന് നമുക്ക് നൽകുന്ന വലിയൊരു മാതൃകയാണ്. പിന്നാലെ വരുന്നവനെ കുറിച്ച് നന്മകൾ പറയുന്നു. അവനെ നന്മകൾ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. ആരെയും കുറവുകൾ പറഞ്ഞ് പരിചയപ്പെടുത്താതിരിക്കട്ടെ. നമ്മൾ കാരണം ആരുടെ പേരും നഷ്ടപ്പെട്ടു പോകരുത്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നത്തെ ഏറ്റവും വലിയ സന്ദേശത്താണ്. ഞാൻ കാരണം ഒരാളുടെ പേരും നഷ്ടപ്പെടരുത്. ഒരാളുടെ പേരിനും കളങ്കം വരരുത്. എൻ്റെ ഭർത്താവിൻ്റെ പേരിനോ ഭാര്യയുടെ പേരിനോ മക്കളുടെ പേരിനോ എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് ഞാൻ പറയാതെ ആരെങ്കിലും ഈ ലോകം അറിയോ? അയൽവക്കക്കാരറിയോ? അല്ലെങ്കിൽ മക്കളറിയോ? മാതാപിതാക്കൾ അറിയോ? എൻ്റെ മക്കള് എൻ്റെ ഭർത്താവിനെ കുറിച്ച് കുറവുണ്ടെന്ന് അറിയണത് എങ്ങനെയാ? ഭാര്യ ഈ ഭർത്താവിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ കുറവ് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഭാര്യയ്ക്ക് കുറവുണ്ടെന്ന് എങ്ങനെയാ മക്കളറിയണേ? ഭർത്താവ് ഭാര്യയെ കുറിച്ച് ഇങ്ങനെ കുറവ് പറഞ്ഞിട്ടിരിക്കും. ഇനി അയൽവക്കക്കാര് ഇടയ്ക്ക് വന്ന് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സ്നേഹിക്കും. എങ്ങനെയുണ്ട്. നമ്മളാണെങ്കിൽ ഒക്കെ ശ്രദ്ധിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഇത്രയും നിഷ്കളങ്ക ഹൃദയരായിട്ടുള്ള വ്യക്തി വേറെ ഇല്ല എന്നുള്ളതാണ് ഭർത്താവിനെ കുറിച്ച് പറയും. ഇനി അത് പോരെ, ഇനി അമ്മയെ കുറിച്ച് പറയാൻ കേട്ടാ പോലെട്ടാ. ഇനി നമ്മുടെ അപ്പുറത്ത് നമ്മളിങ്ങനെ നിരത്തിപ്പിടിച്ച് എല്ലാവരെയും കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ചിന്തിച്ച് നോക്കി, നമ്മുടെ നാവ് സ്ലിപ്പായിട്ട് പോകുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, എനിക്ക് നന്മകൾ പറയാൻ, നന്മകൾ പറഞ്ഞ് മറ്റുള്ളവരെ പരിചയപ്പെടുത്താൻ എന്തോരം നന്മകളാണ് നമ്മുടെ ഭർത്താവിനുള്ളത്. എൻ്റെ കുടുംബത്തിനിട്ട് അധ്വാനിക്കണില്ലേ? അത് ഇത്രയും പൊട്ട മനുഷ്യനാണോ? നമ്മൾ ചിന്തിച്ചു നോക്കി. എന്നെ സ്നേഹിച്ചില്ല ഇത്രയും നാള്, എന്തൊക്കെ കുറവ് എനിക്കുണ്ട്, എന്നിട്ട് എന്നെ കൂടെ കൊണ്ട് നടക്കണില്ലേ? ഈ ഭാര്യയെ കുറിച്ച് ചിന്തിച്ചു നോക്കി. എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഭക്ഷണം വെച്ച് തരുന്നില്ലേ? ആ ഭാര്യ ഇല്ലാതിരിക്കട്ടെ ഒരു ദിവസം, നീ എങ്ങനെയാ വീട്ടിലുണ്ടാകാം? ആ കുടുംബത്തിന്റെ വിളക്ക് എങ്ങനെ നഷ്ടപ്പെടില്ലേ? നമ്മൾ അങ്ങനെ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചു നോക്കി. സ്നാപയോഹന്നാനെ പിന്നാലെ വരുന്നവനെ കുറിച്ച് നന്മകൾ പറയാൻ, നന്മകൾ കാണാൻ മനസ്സുണ്ടാകട്ടെ.